UAE എന്ന രാജ്യത്ത് ദുബായ് എമിറേറ്റിന്റെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഹത്ത എന്ന മലമുകളിലെ ഒരു പട്ടണത്തിലേക്കാണ് ഇപ്പോൾ യാത്ര. ഈ ആറുവരിപ്പാത ഹത്തയും കടന്ന് ഒമാനിലേക്ക് നീണ്ടുകിടക്കുകയാണ്. ഒമാനിലേക്കുള്ള സഞ്ചാരത്തിനാണ് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. എന്റെ കൂടെ ഡോക്ടർ ഷാഫിയുണ്ട്, ദുബായിലെ എന്റെ പ്രിയ സുഹൃത്ത്. എപ്പോൾ ദുബായിൽ വന്നാലും ഇദ്ദേഹമാണ് എന്റെ ആതിഥേയൻ. ഹജർ പർവ്വതമാണ് ദൂരെ കാണുന്നത്. ഒമാന്റെയും UAEയുടെയും അതിർത്തിയിൽ നീണ്ടുകിടക്കുന്ന വലിയൊരു പർവ്വതനിരയാണ് ഹജർ. അറേബ്യൻ പെനിൻസുലയിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിര ഹജർ മൗണ്ടൻസ് ആണ്. ഹജർ മൗണ്ടനിലൂടെയാണ് ഇനി ഞങ്ങളുടെ ദീർഘയാത്ര. ഹജർ മൗണ്ടനിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണവും സുഖവാസ കേന്ദ്രവുമൊക്കെയാണ് ഹത്ത. കൊടും ചൂടില്ലാത്ത സമയത്തെല്ലാം ഹത്തയിൽ സുഖകരമായ കാലാവസ്ഥയാണ്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണത്. ഇവിടെ ഗതാഗതം എത്ര ഭംഗിയായാണ് പാലിക്കപ്പെടുന്നത് എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തും. ട്രക്കുകൾ അവർ പോകേണ്ട ട്രാക്കുകളിലൂടെ മാത്രം പോകുന്നു. ശരിക്കും സഹ്യപർവ്വതം കടന്നു പോകുന്നത് പോലെ വലിയ മലയെ കടന്നാണ് പോകുന്നത്. പക്ഷേ 6 വരിയുള്ള ഈ പാതയിലൂടെ പോകുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. കയറ്റം കയറുന്നത് അറിയുകയില്ല. മലയെ അരിഞ്ഞിറക്കിയും പാലങ്ങൾ നിർമ്മിച്ചും റോഡ് ഏറ്റവും സൗകര്യപ്രദമാക്കിയിരിക്കുന്നു. ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് ഹജർ മൗണ്ടന് കുറുകെ നീണ്ടുകിടക്കുന്ന ഈ പാത. ഹത്ത കഴിഞ്ഞാൽ പിന്നെ ഒമാന്റെ ബോർഡർ ആവും. ഒമാനിലൂടെ 3 ദിവസം നീളുന്ന ഒരു യാത്രയ്ക്കാണ് ഞങ്ങൾ പോകുന്നത്. അതിനു മുൻപ് ഹത്തയിൽ ഇറങ്ങി കുറെ കാഴ്ചകൾ ചിത്രീകരിക്കണം. ഹത്ത ഒരു അതിർത്തി പട്ടണമാണ്. അവിടെ കുറെ ഫാമുകളും കാർഷിക ജീവിതവുമൊക്കെയുണ്ട്. അതെല്ലാം ക്യാമറയിൽ പകർത്താനാണ് തീരുമാനം. ഹൈവേയുടെ സൗന്ദര്യം തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഏറ്റവും ആസ്വാദ്യമാണ് ഇതുവഴിയുള്ള യാത്ര. ഈ ഹൈവേയുടെ ഒരു പിളർപ്പ് മലയുടെ ഒരു ചെരുവിലേക്ക് റാമ്പ് പോലെ കയറിപ്പോകുന്നത് കാണാം. അത് എസ്കേപ്പ് റാമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. വലതുവശത്ത് ചുവപ്പും വെളുപ്പും കള്ളികൾ വരച്ചിട്ടിരിക്കുന്നത് കാണാം. അതിലൂടെ എസ്കേപ്പ് റാമ്പിലേക്ക് കയറാം. നിയന്ത്രണം പോയ വാഹനങ്ങൾ നിർത്താനുള്ള ഒരു സംവിധാനമാണത്. ടാറിട്ട റോഡല്ല. എസ്കേപ്പ് റാമ്പിൽ മണലാണ് വിരിച്ചിട്ടിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഓടിക്കഴിയുമ്പോഴേക്കും വണ്ടി താനേ നിന്നുകൊള്ളും. റൺ എവേ ട്രക്ക് റാമ്പ് എന്നും ആ സംവിധാനം അറിയപ്പെടുന്നുണ്ട്. ഈ പാതയിൽ പലയിടത്തുമുണ്ട് അത്തരത്തിലുള്ള എസ്കേപ്പ് റാമ്പുകൾ. വികസിത നാടുകളിലൊക്കെ ഹൈവേകളിൽ ഇത്തരം എന്തെല്ലാം സംവിധാനങ്ങളാണ് വന്നിരിക്കുന്നത് എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തും. ഈ യാത്രയിൽ പലയിടത്തും വാദികൾ കാണാം. വാദി എന്നാൽ നീർച്ചാലുകളാണ്. മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളം ഒഴുകുന്ന അരുവികൾ. മഴക്കാലത്ത് പെട്ടെന്നായിരിക്കും ഇവിടെയൊക്കെ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ഉണ്ടാവുക. ബസ്സുകൾ ഇടതുവശത്തെ ട്രാക്കിലൂടെ കയറി വന്നാലും ഓവർടേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ തങ്ങളുടെ ട്രാക്കിലേക്ക് കയറും. ഏറ്റവും മികച്ച ഗതാഗത സൗകര്യങ്ങളും ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന വാഹനങ്ങളും കണ്ടുകൊണ്ടാണ് പോകുന്നത്. വീണ്ടും എസ്കേപ്പ് റാമ്പുകൾ. 2-3 കിലോമീറ്റർ കൂടുമ്പോൾ എസ്കേപ്പ് റാമ്പുകൾ കാണാം. ഇറക്കത്തിലാണ് അതുണ്ടാവുക. വാദികളുടെ ഓരത്തൊക്കെ പച്ചപ്പുണ്ട്. ഈന്തപ്പനയും മറ്റു ചില കൃഷികളുമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. വാദിയുടെ സമീപം ചെറിയ ഗ്രാമങ്ങൾ കാണാം. ദുബായ് എന്ന എമിറേറ്റിന്റെ ഭാഗം തന്നെയാണ് ഇവിടമെല്ലാം. കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലെന്നേയുള്ളൂ. വമ്പൻ കെട്ടിടങ്ങളുടെ പളപളപ്പുള്ള നഗരമാണല്ലോ നമ്മുടെ മനസ്സിലുള്ള ദുബായ്. ദുബായിക്ക് ഇങ്ങനെയൊരു രൂപമുണ്ടെന്ന് നാട്ടിലിരിക്കുന്ന പലർക്കും അറിയില്ല. ദുബായിൽ ജീവിക്കുന്നവർക്ക് അറിയുമായിരിക്കാം. എന്നാൽ നാട്ടിലുള്ള മലയാളികളുടെ ചിന്തയിൽ പോലും ഇങ്ങനെയൊരു ദുബായ് ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ വെച്ച് വാദി അൽ ഖോർ എന്ന ഭാഗത്തേക്ക് ഡോക്ടർ ഷാഫി വണ്ടി തിരിച്ചു. വാദിയുടെ സമീപം ഒരു ഗ്രാമമുണ്ട്. അവിടെ ചില ഫാമുകളുമുണ്ട്. പറ്റുമെങ്കിൽ അതും സന്ദർശിക്കണം. കാറിന്റെ പിൻസീറ്റിൽ ഡോക്ടർ അജിത് എന്നൊരാളും ഇരിപ്പുണ്ട്. ഡോക്ടർ ഷാഫിയുടെ സുഹൃത്തും സഹപാഠിയുമൊക്കെയായിരുന്നു അദ്ദേഹം. ഒരു വാദിയുടെ വക്കിൽ ഡോക്ടർ ഷാഫി വണ്ടി കൊണ്ടുവന്ന് നിർത്തി. ഇതാണ് വാദി അൽ ഖോർ. മഴക്കാലത്ത് വലിയൊരു നദിയായി പരിണമിക്കുന്ന വാദി. അതിന്റെ തീരങ്ങളിലൊക്കെ ഒരു പച്ചപ്പുണ്ടാകും. വാദിയുടെ തീരത്ത് ചില ഫാമുകളുണ്ട്. അതിൽ ഫാം ഹൗസും ജോലിക്കാരുമുണ്ടാവും. ഇതാണ് ഡോക്ടർ അജിത്. അദ്ദേഹം കുറച്ച് മാമ്പഴമൊക്കെ ചെത്തിയെടുത്താണ് വന്നിരിക്കുന്നത്.
വാദിയുടെ സമീപത്തു നിന്നും യാത്ര തുടർന്നു. അതിനിടെ വണ്ടിയിലിരുന്ന് ഡോക്ടർ അജിത് കൊണ്ടുവന്ന മാമ്പഴം കഴിക്കുകയും ചെയ്തു. ഇതെല്ലാം വാദി അൽഖോറിന്റെ ഭാഗങ്ങളാണ്. ഇവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയയുമുണ്ട്. ഇത്തരം റെസിഡൻഷ്യൽ ഏരിയകളിലെല്ലാം ഒരു മോസ്ക് ഉണ്ടാവും. കുറെ നല്ല വീടുകളും ഉണ്ടാകും. ഇതും ദുബായിയുടെ ഭാഗമാണെന്ന് ഓർക്കണം. ദുബായ് എന്ന എമിറേറ്റിന്റെ ഒരു ഭാഗം. ഭേദപ്പെട്ട വീടുകളെല്ലാമുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ. എന്നാൽ ദുബായ് സിറ്റിക്കകത്ത് കാണുന്ന ഒരു ആംബിയൻസേ അല്ല ഇവിടെ. മറ്റൊരു ഭൂപ്രകൃതി, മറ്റൊരു ജീവിതം. ഇതിങ്ങനെ കാണുമ്പോൾ ഇത് ദുബായ് തന്നെയാണോ എന്ന ആളുകൾക്ക് സംശയം വരും. മൺ റോഡുകളൊക്കെയാണ് ഗ്രാമങ്ങളിലേക്ക് നീണ്ടുപോകുന്നത്. ചില പർവ്വതമുടികൾ, അതിന്റെ മുകളിലേക്കും വഴിവെട്ടിയിരിക്കുന്നത് കാണാം. മുകളിൽ ടെലികമ്മ്യൂണിക്കേഷൻ ടവറും മറ്റുമുള്ളതിനാൽ അവിടേക്ക് വെട്ടിയിരിക്കുന്ന പാതകളാണ്. മലയിടിച്ചുണ്ടാക്കിയ വഴി. പച്ചപ്പിന്റെ നാമ്പ് പോലുമില്ലാത്ത പർവ്വത പ്രദേശമാണ്. ഇവിടെ വെച്ച് മസ്ഫൂത്ത് എന്നൊരു ഗ്രാമത്തിലേക്ക് കയറി. ഹത്തയുടെ അടുത്തുള്ള ഗ്രാമമാണ് മസ്ഫൂത്ത്. അജ്മാൻ എമിറേറ്റിന്റെ ഭാഗമാണ് ഈ പ്രദേശങ്ങൾ. 87 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് മസ്ഫൂത്ത് ഗ്രാമത്തിന്. ഹൈവേയിൽ ഇവിടെയും എസ്കേപ്പ് റാമ്പ് കാണാം. വലിയ ഇറക്കമോ ദുർഘടമായ മലമ്പാതയോ ഒന്നുമില്ലെങ്കിലും എസ്കേപ്പ് റാമ്പുണ്ട്. വാഹനത്തിന്റെ കൈനറ്റിക് എനർജി അഥവാ വേഗത മൂലമുള്ള ശക്തി കുറയ്ക്കുകയാണ് എസ്കേപ്പ് റാമ്പിന്റെ ലക്ഷ്യം. ഇത് മസ്ഫൂത്തിന്റെ ജനവാസ കേന്ദ്രങ്ങളാണ്. 9,000-ഓളം ആളുകൾ വസിക്കുന്നുണ്ട് ഇവിടെ. ഒരു പർവ്വത ഗ്രാമം എന്ന് പറയാം. വലിയ ഈന്തപ്പനത്തോട്ടങ്ങൾ. ഈന്തപ്പഴം വിളവെടുപ്പിന് പാകമായിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ശ്രദ്ധിച്ചു നോക്കിയാൽ പനകളിൽ ഈന്തപ്പഴ കുലകൾ കാണാം. ഇക്കാണുന്നത് ഫാം ഹൗസുകളാണ്. ഇത്തരത്തിലുള്ള സാധാരണ വീടുകളിലും ഇവിടെ ആളുകൾ വസിക്കുന്നുണ്ട്. കൂടുതലും പണിക്കാരായിരിക്കും. ചിലയിടത്ത് പുൽകൃഷിയും ഈന്തപ്പന കൃഷിയും മാവുകളുമെല്ലാം കാണാം. മസ്ഫൂത്തിന്റെ മറ്റൊരു ഭാഗമാണിത്. ഒരു അങ്ങാടി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ദുബായ് എമിറേറ്റിന്റെ ഭൂപ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. ഹത്ത പട്ടണത്തോടടുത്തു. ഹത്തയുടെ പ്രാന്തഭാഗമാണ് ഇതൊക്കെ. ധാരാളം ചെറിയ കടകളും പെട്രോൾ പമ്പുകളും എല്ലാമുള്ള ഒരിടം. ഇതൊക്കെയായിരുന്നു പഴയ കാലത്തെ ഗൾഫിലെ മിക്ക നഗരങ്ങളുടെയും കാഴ്ചകൾ. കുറച്ച് റെസ്റ്റോറന്റുകൾ ഉണ്ടാകും. ചെറിയൊരു മാർക്കറ്റ് ഉണ്ടാകും. അതിന്റെ കുറെ കൂടി വികസിതമായ രൂപമാണിത്. ബാർബർ ഷോപ്പും ലോണ്ടറിയും ചെറിയ ക്ലിനിക്കും സ്പൈസസ് വിൽക്കുന്ന കടകളും കഫേകളുമെല്ലാമുണ്ട്. അവിടെയൊക്കെ വാഹനങ്ങൾ നിർത്തി ആളുകൾ കാപ്പി കുടിക്കുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. ഹത്ത സെന്റർ എന്ന ഗവൺമെന്റ് ഓഫീസുകളുടെ സമുച്ചയം. ഭംഗിയായി ലാൻഡ്സ്കേപ്പ് ചെയ്തും ലോൺ പിടിപ്പിക്കാവുന്നിടത്തൊക്കെ അത് ചെയ്തും ഇവിടെയും ദുബായ് ആ പ്രൗഢി നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പോകവേ ഒരിടത്ത് കിടക്കുന്ന ഒരു പിക്കപ്പ് വാനിന് പിന്നിൽ വണ്ടി കൊണ്ടുചെന്ന് നിർത്താൻ പറഞ്ഞു ഡോക്ടർ അജിത്. ഇവരെല്ലാം അജിത്ത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സ്റ്റാഫാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ. ഗവൺമെന്റ് ഓഫ് ദുബായിയുടെ ജീവനക്കാരാണ് എല്ലാവരും. ഞാൻ വന്നതറിഞ്ഞ് കാണാനായി ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. കുറച്ച് സമ്മാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടർ അജിത് തന്നെ അത് കൈമാറി. ഒരു കൺസർവേറ്ററിയിലാണ് എല്ലാവരും ജോലി ചെയ്യുന്നത്. പ്രകൃതി സംരക്ഷണവും വന്യജീവി സംരക്ഷണവുമൊക്കെയാണ് ജോലി. അവിടെ തേൻ ഉൾപ്പെടെ പല സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു തേനും കുന്തിരിക്കവും ഈ നാട്ടിൽ മാത്രം കിട്ടുന്ന ചില വസ്തുക്കളുമൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു. ഇവ വിശിഷ്ട ഉപഹാരമായി ഇവർ തയ്യാറാക്കുന്ന സാധനങ്ങളാണ്. അതിന്റെ സാമ്പിൾ സമ്മാനമായി തരുന്നു. ഇത് ഓറഞ്ചിന്റെ പൂവിൽ നിന്നും ഉണ്ടാക്കുന്ന തേനാണത്രേ. പിന്നെ അക്കേഷ്യയിൽ നിന്നുള്ള തേൻ. ഈ പ്രദേശത്ത് മികച്ച തേനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നല്ല ശുദ്ധമായ തേൻ. ഷെയ്ഖുമാർ സമ്മാനമായി പലർക്കും നൽകാറുള്ള തേനാണിത്. ഡോക്ടർ ഷാഫി അതൊന്ന് രുചിച്ചു നോക്കി. ഗംഭീര തേനെന്ന് സർട്ടിഫൈ ചെയ്തു. അപ്പോഴേക്കും അറബിക് കുപ്പായമിട്ട മറ്റൊരാളെത്തി. ഇത് ഷിബു. ആൾ തിരുവനന്തപുരംകാരനാണ്. ഹത്ത മുനിസിപ്പാലിറ്റിയിലെ ജോലിക്കാരൻ. ഞാൻ എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടു. ദുബായ് ഗവൺമെന്റിന്റെ മലയാളികളായ സ്റ്റാഫ്.
തിരുവനന്തപുരംകാരൻ ഷിബു അസൽ അറബിയായി മാറിയിട്ടുണ്ട്. ആൾ രസികനുമാണ്. അവിടെ നിന്ന് യാത്ര തുടർന്നു. ഇതിവിടുത്തെ ലീം തടാകമാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. മലനിരകൾക്ക് നടുവിലുള്ള ഒരു പട്ടണമാണ് ഹത്ത. ദുബായ് എമിറേറ്റിന്റെ മെയിൻലാൻഡിൽ നിന്നും വിട്ടുനിൽക്കുന്ന എന്നാൽ ആ എമിറേറ്റിന്റെ ഭാഗമായ പ്രദേശം. ഇത് ഹത്ത ഹാൾ എന്ന ഒരു ഇവന്റ് സെന്ററാണ്. വിവാഹവും ഒത്തുചേരലുകളും പ്രത്യേക സമ്മേളനങ്ങളുമൊക്കെ നടക്കുന്ന ഒരു ഓഡിറ്റോറിയം. മുന്നിൽ കാണുന്നതാവട്ടെ സർക്കാർ ഓഫീസുകളൊക്കെയാണ്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്, ഫയർ ഡിപ്പാർട്ട്മെന്റ് എന്നിങ്ങനെ പലതും. സിവിൽ ഡിഫൻസിന്റെ ഹത്തയിലെ സ്റ്റേഷനാണ് ഇത്. അങ്ങനെ പല പല സ്ഥാപനങ്ങൾ. അവിടെ നിന്നും മുന്നോട്ടു പോകുമ്പോൾ ധാരാളം കൃഷി നടക്കുന്ന പ്രദേശങ്ങൾ കാണാം. ഒരു ഫാമിലേക്കാണ് ഞങ്ങൾ ഇവിടെ ആദ്യം പോകുന്നത്. ഷിബു ഒരു വാഹനത്തിൽ മുൻപേ പോയിട്ടുണ്ട്. തന്നെ ഫോളോ ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഷിബുവിന്റെ ഒരു സുഹൃത്തുണ്ട്. ഹത്ത മുനിസിപ്പാലിറ്റിയിലെ സഹപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഇവിടെ സ്വന്തമായ ഒരു ഫാമുണ്ട്. ആ ഫാമിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ആ വെള്ളവണ്ടിയിൽ മുൻപേ പോകുന്നത് ഷിബുവാണ്. അദ്ദേഹത്തിന്റെ പിറകെ മൺപാതകളിലൂടെ ഞങ്ങളും നീങ്ങി. ഡോക്ടർ ഷാഫിയുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കൾ, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളാണ് ഇവിടെ എന്റെ സഞ്ചാരം ഏറ്റവും സുഗമമാക്കുന്നത്. അങ്ങനെ സാധാരണ ഒരു മലയാളി എത്താത്ത ദുബായിയുടെയും ഒമാന്റെയും കാഴ്ചകളിലേക്ക് ചെന്നെത്താനാവുന്നു. വിജനമായ ഒരു സ്ഥലത്ത് ഷിബു വണ്ടി കൊണ്ടുചെന്ന് നിർത്തിയിറങ്ങി. ഒരു പച്ചപ്പുള്ള സ്ഥലം. ഷിബുവിന്റെ ഒരു അറബി സുഹൃത്തിന്റെ കുടുംബവക ഫാമാണ് ഇവിടെ. ഞങ്ങളും അവിടെ ഇറങ്ങി. ഷിബു മുന്നിൽ നടന്നു. ഇവിടെ എന്തോ ഒന്ന് തകിടുകൊണ്ടുള്ള അടപ്പിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഷിബു ആ മൂടി പൊക്കി കാണിച്ചു തന്നു. ഇതൊരടുപ്പാണ്. ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ്. ഷിബു അടുപ്പിന്റെ വിവരങ്ങൾ പറയുന്നുണ്ട്. തന്നൂർ അടുപ്പാണിത്. ആട്ടിറച്ചി വിഭവം ഉണ്ടാക്കുന്ന അടുപ്പ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവർ ഇവിടെ അതുണ്ടാക്കും. അതിന്റെ വിശേഷങ്ങളാണ് ഷിബു പറയുന്നത്. 12 മണിക്കൂർ ഇതിനകത്തുണ്ടാവും. ആടിനെ കൊന്ന് തൊലി ഉരിച്ച് മുഴുവനോടെ ഈ അടുപ്പിലേക്ക് ഇറക്കി വെക്കും. കുഴിയുടെ അടിയിൽ കനലുണ്ടാകും. 12 മണിക്കൂർ വേഗണം ആട്. ഇതിനുള്ളിൽ രാത്രി 12-ന് ആടിനെ ഇറക്കി വെച്ചാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12-ന് പുറത്തെടുക്കാം. അങ്ങനെയാണ് പാചകം. 12 മണിക്കൂർ കൊണ്ട് വെന്ത് ആട്ടിറച്ചി നല്ല സോഫ്റ്റായി മാറും. എല്ലാ വെള്ളിയാഴ്ചയും ഇവർക്ക് ഈ പരിപാടിയുണ്ട്. ഇന്നലെ ശനിയാഴ്ചയായിരുന്നല്ലോ. വെള്ളിയാഴ്ച ഇതിലിട്ട് മൂടിവെച്ച ആടിനെ ഇന്നലെയാണ് പുറത്തെടുത്തത്. പെരുന്നാൾ സമയത്ത് കുറഞ്ഞത് 3 തവണയെങ്കിലും തന്നൂർ അടുപ്പിൽ വെച്ച് ആടിനെ ചുട്ടെടുക്കുമെന്നാണ് പറയുന്നത്. ഷിബു കൈപൊക്കി കാണിച്ച് ആരെയൊക്കെയോ വിളിച്ചു. ഫാമിലെ കാവൽക്കാരനോ മറ്റോ ആണ്. ഫാമിന്റെ ഉടമ താമസിയാതെ വരും. മഴക്കാലത്ത് വെള്ളമൊഴുകുന്ന വാദിയാണ്. അതിന്റെ പാറക്കെട്ടിലൂടെ ഒരാൾ വരുന്നു. അയാളുടെ പിന്നാലെ കുറെ ആടുകളുമുണ്ട്. ഈ ആടുകളെ ഇവിടെ വളർത്തുന്നത് വിൽക്കാൻ വേണ്ടിയൊന്നുമല്ല. ഇവയെ ആഴ്ചയിൽ 1 വീതം കൊന്ന് തന്നൂർ അടുപ്പിൽ വെക്കാനുള്ളതാണ്. അടുത്തയാഴ്ചത്തെ ഊഴം ആരുടേതാണെന്ന് ഈ പാവങ്ങൾക്കറിയില്ലല്ലോ. തന്നൂർ അടുപ്പിലേക്ക് പോകാൻ വേണ്ടി ജീവിക്കുന്നവരാണ് ഇവരെല്ലാം. കുഞ്ഞുങ്ങൾ മുതൽ പല പ്രായത്തിലുള്ള ആടുകളുണ്ട്. തന്നൂർ അടുപ്പ് കെടാൻ പാടില്ലെന്ന് തോന്നും. അതിനുള്ള ആടുകൾ ഇവിടെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഫാമിലേക്ക് നടന്നു. ഇപ്പോഴും നീർച്ചാലുകൾ ഇതിലെ ഒഴുകുന്നുണ്ട്. ഇത്ര വലിയ വേനലാണെങ്കിലും. അത്യാവശ്യം തണുപ്പുള്ള സമയത്തും മഴക്കാലത്തുമെല്ലാം നല്ല വെള്ളം കാണും. ഞങ്ങൾ ഫാമിനകത്തേക്ക് കയറി ചെന്നു. ഇവിടെ 3-4 ജോലിക്കാരുണ്ട്. മുതലാളി വന്നിട്ടില്ല. കുറെ ആടുകളുണ്ട്, കോഴിയുണ്ട്, പിന്നെ കഴുതയും. മുതലാളിയുടെ കുടുംബത്തിന്റെ ഭക്ഷണാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മിക്കതും ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇറച്ചിയുണ്ട്, പച്ചക്കറികളുണ്ട്, അത്തിയും മാവും ഉൾപ്പെടെ പലവിധ ഫലവൃക്ഷങ്ങളുമുണ്ട്. ഒരു കഴുതക്കുഞ്ഞ്.
ആടുകളെല്ലാം മെഴുത്ത് നല്ല മിടുക്കന്മാരാണ്. സൗദി അറേബ്യ ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഉള്ളതുപോലെയാണ് ഇവിടെയുമുള്ള ഫാമുകൾ. ഇവയെയൊന്നും വിൽക്കാൻ വേണ്ടി പോറ്റുന്നതല്ല എന്നതാണ് ഈ ഫാമിന്റെ പ്രത്യേകത. അത്യാവശ്യം സമ്പന്നനാണ് ഈ ഫാമിന്റെ ഉടമ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമല്ല, പലപ്പോഴും കൂട്ടുകാർക്കും ഭക്ഷിക്കാനുള്ളതാണ് ഇവയെയെല്ലാം. ഭക്ഷണത്തിനുള്ളത് അധികമൊന്നും ഇവർ കാശ് കൊടുത്ത് വാങ്ങിക്കാറില്ലെന്നാണ് ഷിബു പറയുന്നത്. ഭക്ഷണത്തിന് ആവശ്യമായത് മിക്കതും സ്വന്തം ഫാമിൽ തന്നെ ഉണ്ടാക്കുന്നു. താമസിക്കുന്നത് കുറച്ചകലെയാണ്. ഇവിടുത്തെ ഒരു വിളവെടുപ്പ് സീസണാണ് ഇതെന്ന് ഷിബു പറഞ്ഞു. ഈന്തപ്പഴവും മാങ്ങയും എല്ലാം പറിച്ചെടുക്കുന്ന സമയം. ഞാൻ നേരത്തെ കണ്ട ജോലിക്കാരനെ ഒന്ന് പരിചയപ്പെട്ടു. ജുമാ ഖാൻ എന്നാണ് പേര്. ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചു. ബലൂച്ചി എന്നാണ് മറുപടി. പാകിസ്ഥാൻ എന്നല്ല പറയുന്നത്. സ്വന്തം രാജ്യം പാകിസ്ഥാനാണെന്ന് പറയാൻ തയ്യാറല്ലാത്ത വിധം ബലൂചിസ്ഥാൻകാരുടെ മനസ്സ് മാറിക്കഴിഞ്ഞതിന്റെ സൂചനയാണത്. പാകിസ്ഥാനിൽ നിന്ന് വിട്ട് പുതിയൊരു രാഷ്ട്രത്തിനായി ബലൂച്ചികൾ പോരാട്ടം തുടരുകയാണല്ലോ. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരങ്ങളുമൊക്കെയുണ്ട്. ബലൂചിസ്ഥാനിൽ നിന്നും ജുമാ ഖാൻ ഇവിടെ എത്തിയിട്ട് കുറെ കാലമായി. ആൾ വിവാഹിതനാണ്. 8 മക്കളുണ്ട്. മക്കൾ പഠിക്കുകയാണ്. ആൾക്ക് കേരളത്തെക്കുറിച്ചൊക്കെ അറിയാം. ധാരാളം മലയാളികളെയും അറിയാം. ഞാൻ ഫാമിനകത്തുകൂടി ഒന്ന് നടന്നു. നല്ല വിളഞ്ഞു പഴുത്തു നിൽക്കുന്ന മാമ്പഴമുണ്ടിവിടെ. നല്ല പച്ചപ്പ്. വിസ്തൃതമായൊരു മരുഭൂമിക്ക് നടുവിലാണ് ഇതെന്ന് വിശ്വസിക്കാൻ പ്രയാസമാവും. ഒരു ട്രഡീഷണൽ കിണറുമുണ്ടിവിടെ. അത് നൂറ്റാണ്ടുകളായി ഇവിടെ ഉള്ളതാണത്രേ. മാങ്ങ എങ്ങനെ വിളഞ്ഞു കിടക്കുന്നു. പഴുത്തത് പറിച്ചെടുത്തോളാൻ പറഞ്ഞു ഷിബു. ഡോക്ടർ അജിത് എനിക്ക് വേണ്ടി അത്യാവശ്യം പഴുത്ത ഒരെണ്ണം പറിച്ചെടുത്തു. മാവിന്റെ ചുവട്ടിലുമുണ്ട് ആട്ടിൻ കുഞ്ഞുങ്ങൾ. ഒരു ഭാഗത്ത് പുല്ലു വളർത്തുന്നു. ആടിനുള്ള തീറ്റയാണ്. വേറെയും ജീവനക്കാരുണ്ടിവിടെ. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോഴേക്കും വേറൊരു കാർ വന്നു. അത് ഈ ഫാമിന്റെ ഉടമയുടെ കാറാണ്. ഷിബുവും അദ്ദേഹവുമൊക്കെ ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ്. വളരെ കാലമായുള്ള പരിചയക്കാർ. അദ്ദേഹത്തെ കാണാനായി ഞങ്ങൾ ചെന്നു. പരിചയപ്പെട്ടു. ജുമാ ഹാഷിം എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ആൾ ഹത്ത മുനിസിപ്പാലിറ്റിയിലെ ഒരു എഞ്ചിനീയറാണ്. ഉയർന്ന ഉദ്യോഗസ്ഥൻ. ഷിബുവും ആ മുനിസിപ്പാലിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ ചെന്നത് ജുമാ ഹാഷിമിന് വലിയ സന്തോഷമായി. ഇന്ന് ഓഫീസ് അവധിയാണ്. ഞങ്ങൾ എത്തിയതറിഞ്ഞ് വീട്ടിൽ നിന്നും വന്നതാണ്. ഇത്തരം സ്ഥലങ്ങളിലൊക്കെയുള്ള അറബികൾ പലരും വളരെ ഫ്രണ്ട്ലി ആണെന്നതാണ് കാര്യം. അവരുടെ ആതിഥ്യ മര്യാദ നമ്മെ അത്ഭുതപ്പെടുത്തും. ഫാമിൽ നിന്ന് വേണ്ടതെന്തെങ്കിലും എടുക്കാനാണ് ഇദ്ദേഹം ഷിബുവിനോടും ഞങ്ങളോടും പറയുന്നത്. അതിനിടെ വലിയൊരു പ്ലാസ്റ്റിക് ക്യാരി ബാഗുമായി ഒരു പണിക്കാരനെ പറഞ്ഞു വിടുകയും ചെയ്തു. പഴുത്ത മാങ്ങയെല്ലാം പറിച്ചുകൊണ്ടുവരാനാണ് അവനോട് പറഞ്ഞിരിക്കുന്നത്. അയാൾ കൂടുമായി ഒരു തിട്ട കയറി നടക്കുന്നു. ഞാനും പിന്നാലെ പോയി. ഈ പടവുകൾ കയറി ചെന്നാൽ മുകളിലെ പറമ്പിൽ മാവും അത്തിയുമൊക്കെയുണ്ട്. മലയുടെ ഒരു ചെരുവ് മുഴുവൻ ജുമാ ഹാഷിമിന്റെ ഫാമാണ്. ഞാൻ കയറിപ്പോയതിന് പിറകെ ഡോക്ടർ അജിത്തും ഡോക്ടർ ഷാഫിയും ഷിബുവുമൊക്കെ വന്നു. ഇത് അത്തിമരത്തൈകളുടെ തോട്ടമാണ്. മരുഭൂപ്രദേശത്തെ ഒരു പ്രധാന കൃഷിയാണ് അത്തി. പറമ്പ് മുഴുവൻ നനയ്ക്കാനുള്ള ഹോസുകൾ. സർവസജ്ജമാണ് ഫാം. ഈന്തപ്പനയിൽ പഴക്കുലകൾ അങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ സാധാരണ കാണുന്ന ഉണങ്ങിക്കറുത്തിരിക്കുന്ന ഈന്തപ്പഴമല്ല. ഇതാണ് ശരിക്കുമുള്ള ഈന്തപ്പഴം. ഇതൊന്ന് പറിച്ചു കഴിക്കണം. നമുക്ക് മാർക്കറ്റിൽ സാധാരണ കിട്ടുന്ന ഈന്തപ്പഴത്തിന്റെ രുചിയെയല്ല യഥാർത്ഥ ഈന്തപ്പഴത്തിന്. ഈ കുലയിൽ നിന്ന് നേരിട്ട് പറിച്ചെടുത്തു തിന്നുമ്പോൾ അസാമാന്യ ടേസ്റ്റാണ്. ഡോക്ടർ അജിത് വിളഞ്ഞ കുറെ പഴങ്ങൾ പറിച്ചെടുത്തു. ഞാൻ ജീവിതത്തിൽ ആദ്യമായാണ് ഈന്തപ്പനയിൽ നിന്നും പഴം നേരിട്ട് പറിച്ചെടുത്തു തിന്നുന്നത്. അത് നല്ല കറുമുറ എന്നിരിക്കും. നല്ല തേങ്ങാക്കൊത്ത് കടിക്കുന്നത് പോലെ. എന്നാൽ ഈന്തപ്പഴത്തിന്റെ ഒറിജിനൽ രുചിയും. 2 ഇനങ്ങളാണ് ഇവിടെ ഉള്ളത്. നേരത്തെ ചുവന്ന കളറിൽ കണ്ടതും ഈ മഞ്ഞ നിറമുള്ളതും. മൂക്കുമ്പോൾ പച്ച നിറമുള്ള ഇത് വിളയുമ്പോഴാണ് മഞ്ഞ നിറമാകുന്നത്. മഞ്ഞയ്ക്കാണ് കൂടുതൽ രുചി. കാണുമ്പോൾ ഭംഗി കൂടുതൽ ചുവപ്പിനാണെങ്കിലും. മഞ്ഞയും ഞാൻ യഥേഷ്ടം കഴിച്ചു. ഇതിനിടെ ഡോക്ടർ ഷാഫി എവിടെ നിന്നോ ഒരു മാങ്ങയും പറിച്ചിട്ടുണ്ട്.
തെല്ലൊന്ന് ശ്രമപ്പെട്ട് പടവുകളിറങ്ങി ഡോക്ടർ മുൻപേ പോയി. എനിക്ക് പിന്നാലെ ഡോക്ടർ അജിത്തും തിട്ടയിൽ നിന്നും ഇറങ്ങി. ഞങ്ങൾ ആ ഫാമിലെ ജീവിതം കുറേ നേരം അനുഭവിച്ചു. നല്ല ചൂടുള്ള സീസണാണ്. ജൂലൈ മാസത്തിലാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ മുകളിൽ പോയ നേരത്ത് ഞാൻ സഫാരി ചാനൽ കാണുകയായിരുന്നെന്നാണ് ജുമാ ഹാഷിം പറഞ്ഞത്. ഗംഭീര ചാനലാണെന്നും. അതോടെ അദ്ദേഹത്തിന് കൂടുതൽ ആവേശമായി. ഒരു സഞ്ചി നിറയെ മാമ്പഴം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഈ നാട്ടുകാരുടെ ആതിഥ്യ മര്യാദയും സ്നേഹവും. തന്റെ മറ്റൊരു ഫാമിലേക്ക് വരണമെന്നാണ് ജുമാ ഹാഷിം പറയുന്നത്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. സമയക്കുറവിന്റെ കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞു. അതൊന്നും പറയണ്ട, അവിടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അദ്ദേഹം മുൻപേ പോയി. ഇനി അദ്ദേഹത്തിന്റെ ഫാം ഹൗസിൽ ചെന്ന് ഭക്ഷണം കഴിച്ച ശേഷമേ യാത്ര തുടരാൻ പറ്റൂ. ഞങ്ങൾ ഫാമിൽ നിന്നും പുറപ്പെട്ടു. അല്പം അകലെയാണ് ജുമാ ഹാഷിമിന്റെ അടുത്ത ഫാം. അവിടേക്ക് യാത്ര തുടർന്നു.